പ്രിയമുള്ളവർ, ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു സന്തോഷ വർത്തമാനം കൂടെ പറയാനാണ്. സജികുമാറിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സജികുമാർ എന്ന് പറയുന്ന ഈ സഹോദരന് വളരെ ഹാർട്ടിന് പ്രയാസമുണ്ടായി. ചികിത്സിക്കാൻ പൈസയില്ലാതെ ആഴ്ചയിൽ 2 തവണയെങ്കിലും ആശുപത്രിയിലേക്ക് ശ്വാസം മുട്ട് കാരണം കൊണ്ടുപോയി വളരെ ദുരിതം അനുഭവിക്കുന്ന സമയത്താണ് നമ്മളിവിടെ വരുന്നതും ഈ വീഡിയോ എടുക്കുന്നതും. അതനുസരിച്ച് അധികം പൈസ ഒന്നും അവർക്ക് കിട്ടിയില്ല. 2,92,000 രൂപ കിട്ടിയുള്ളൂ. കാരണം അവർക്ക് കുറച്ച് കടങ്ങളുണ്ട്. ഇനി 4 ലക്ഷം രൂപയോളം കടമൊക്കെ ഉണ്ട്. മാത്രമല്ല ഇനി തുടർന്നുള്ള ചികിത്സ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ ആ പൈസകളെല്ലാം തീർന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ ഇനി ആശുപത്രി പോകാൻ പൈസയൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്ന മറ്റൊരു സമയത്ത് ഒരിക്കൽ കൂടെ വന്ന് ഈ സഹോദരനെ സഹായിക്കണം. കാരണം അധികം പൈസയൊന്നും കിട്ടിയില്ല. ഇനി തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എങ്കിലും ഇദ്ദേഹം വളരെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു. നമ്മൾ വരാനും സഹായിക്കാനും നമ്മളെല്ലാവരും സഹായിക്കാനും പ്രാർത്ഥിക്കാനും കാണിച്ച നിങ്ങളെല്ലാവരും കാണിച്ച വലിയ മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടുമാണ് ഈ സഹോദരൻ ഇത്ര ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നത്. ഇവർക്ക് മക്കളൊന്നുമില്ല. അന്ന് നമ്മളിവിടെ വരുന്ന സമയത്ത് ഈ വീട് ഒന്ന് തേച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും പഞ്ചായത്തുകാർ മെയിൻ്റനൻസിന് വേണ്ടി ഒരു 50,000 രൂപ കൊടുത്ത് ഈ റൂം മാത്രം തേച്ചു. അടുക്കള അങ്ങനെ തന്നെ കിടക്കുകയാണ്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ഈ സമയത്ത് പ്രിയമുള്ളവരൊരു വാക്ക് സംസാരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാമത്തിന് മാത്രമുണ്ടാകട്ടെ. സജി പള്ളിക്കുന്ന് പാസ്റ്റർ മുഖേന ഞങ്ങൾക്ക് 2,90,000 രൂപ ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നു. എൻ്റെ ഹസ്ബൻഡിനും സുഖമില്ലായിരുന്നു. ഹാർട്ടിന് പമ്പിങ് തീർത്തും കുറവ്, കിഡ്നിക്ക് പ്രോബ്ലം. അങ്ങനെ ചികിത്സ ചെയ്തു. അന്നത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ? തീർത്തും കാരണം നമുക്ക് ഡോക്ടർമാർ പറഞ്ഞത് ഇനി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞതെങ്കിലും ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി. ശ്രീചിത്തിര, ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ്, അങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പുട്ടപൂർത്തിക്ക് കൊണ്ടുപോയി. അങ്ങനെ പിന്നെ പല ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ കൊണ്ടുപോയി. എങ്കിലും മരുന്നുകൾ കൊടുക്കുമ്പോൾ കുറവുണ്ട്. ഇപ്പം മരുന്ന് കഴിക്കുന്നതിൻ്റെതായ മാറ്റം ശരീരത്തിലുണ്ട്. എങ്കിലും ഞങ്ങളുടെ കയ്യിൽ പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു. കയ്യിലെ സാമ്പത്തികം മൊത്തം തീർന്നു. പിന്നെ ഞാൻ ജോലിക്ക് പോവാണ്. ഞാൻ ഹോം നേഴ്സായിട്ട് ജോലിക്ക് പോകുന്ന ആളാണ്. എൻ്റെ ഹസ്ബൻഡിനെ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ജോലിക്ക് പോയിരിക്കുന്നത്. വേറെ എനിക്കൊരു നിവൃത്തിയില്ല. എനിക്ക് അന്ന് പാസ്റ്റർ വന്ന് ഈ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ എനിക്കെല്ലാം പറയാൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് കടബാധ്യതകളുണ്ട്. അതുപോലെ പിന്നെ എല്ലാ നല്ല മനസ്സുള്ള എല്ലാ വ്യക്തികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും അന്ന് രാത്രിയിലൊക്കെ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സ്ഥിതിയൊക്കെ എങ്ങനെയായിരുന്നു? രാത്രികളിലൊക്കെ ശ്വാസം മുട്ടി, കാരണം മുഖാമുഖം മരണം കണ്ട അവസ്ഥയിലാണ് ഞാൻ പലപ്പോഴും ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നത്. അതുപോലെ തലവേദനയായിട്ട് കിടന്ന് ഉരുണ്ട് കാണുന്ന ഒരവസ്ഥയാണ്. എന്നാലും ഇവിടെ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടാണ് ഞാൻ എളുപ്പം കൊണ്ടുപോകുന്നത്. കാരണം എന്നാലും എനിക്കിതുപോലെ ദൈവമക്കൾ തന്ന പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എങ്കിലും ചിലപ്പം കാഞ്ഞിരപ്പള്ളി വരെ പോലും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഓട്ടോ വിളിച്ചാണ് പൈസ ഒക്കെ വരുന്നതിന് മുമ്പ് വല്ലാത്ത സ്ഥിതിയിലൂടെ അല്ലേ പൊക്കൊണ്ട്? അതെ, തീർച്ചയായിട്ടും. എന്നാലും പൈസ വരുന്നതിന് മുമ്പും തീർത്തും വയ്യായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ അടുത്ത് മുണ്ടക്കയം അടുത്ത് മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ്. ഒരു ആഴ്ച 4-5 ദിവസം രാത്രി ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരുന്നു. അവിടെ ചെന്ന് ട്രിപ്പിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പം ഒരാശ്വാസമുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വരും. പിന്നെയും പിറ്റേ ദിവസം വൈകിട്ടും ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പൈസ പോലും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഭയങ്കരമായി ബുദ്ധിമുട്ടി. എന്നാൽ ദൈവമക്കളൊക്കെ ഞങ്ങൾക്ക് സാമ്പത്തികം തന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ ഞങ്ങൾ ആരോഗ്യത്തോടെ എൻ്റെ ഭർത്താവ് ഇരിക്കുന്നു. ദൈവം തന്ന എല്ലാ ദൈവമക്കളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഞാൻ ഓരോരുത്തരെയും ഓർക്കുന്നു. ദൈവത്തിന് നന്ദി. ഓക്കെ, പ്രിയമുള്ളവരെ,
മുളമ്പ് സിസ്റ്റർക്ക് അത് പറയാനുള്ളൊരു വാക്കുകൾ കിട്ടാത്തതുകൊണ്ടും കൂടെയാണ്. വളരെ പ്രയാസമായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇവരനുഭവിച്ച പ്രശ്നങ്ങൾ. എന്തായാലും ദൈവത്രത്തോളം ഒരു ആശ്വാസം നൽകി. നമുക്ക് പിന്നീട് അടുത്തൊരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇവർ ഈ ചികിത്സാ സംബന്ധമായിട്ടുണ്ടായ കടഭാരമുണ്ട് നമ്മൾ വരുന്നതിന് മുമ്പ്. അപ്പോൾ അതിലൊക്കെ ഇവർ മക്കളൊന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, സഹോദരൻ രോഗിയായിരിക്കുന്നു. അപ്പോൾ ആ നിലയിലൊക്കെ നമുക്ക് ഒരിക്കൽ കൂടെ അവരെ സഹായിക്കണം. അത് ഞാൻ വന്നിട്ട് ഒരിക്കൽ കൂടെ ഒരു വീഡിയോ എടുക്കാം. ഓക്കെ, സഹായിച്ചതിന് എല്ലാത്തിനും പ്രത്യേകമായ നന്ദിയുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.